ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രഗ്നൻസി ജേർണി പാർട്ട് 10 വീഡിയോ ആണ്. അപ്പോൾ ബാക്കിയത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണാം, എന്നാലായിട്ട് നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടുള്ളൂ. ഞാനപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞത് കോൺസ്റ്റിപ്പേഷൻ ഭയങ്കരമായിട്ട് കൂടി, അയൺ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കഴിക്കുന്നില്ല എന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞത് നമുക്ക് 3 ഡോസ് അയൺ ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നമ്മൾ അതിന് സമ്മതിച്ചു. അങ്ങനെ അയൺ ഇൻഫ്യൂഷനുള്ള ഡേറ്റ് കിട്ടി. ഡേറ്റ് നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് അതിൻ്റെ ചെറിയൊരു ഡോസ് തരും. എന്നിട്ട് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും ഫുൾ ഡോസ് അവർ തരാം. അപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ 3 ഡോസും കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എന്നാലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നന്നായിട്ട് കിവി ഫ്രൂട്ട്സ് കഴിക്കുക, അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഒരു റിലീഫ് ഉണ്ടാവും. അത് കഴിച്ചു. എന്നാലും ചെറിയ രീതിയിലുണ്ടായിരുന്നു, നല്ല പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ 7ാം മാസമൊക്കെ ആയപ്പോഴേക്കും നല്ല രീതിയിൽ രണ്ടുപേരുടെയും ബേബി മൂവ്മെൻറ്റ്സ് ആയി തുടങ്ങി. അവർ റോൾ ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ നല്ല പെയിനായിട്ട് തുടങ്ങിയത്. രണ്ടുപേരും ബ്രീച്ച് പൊസിഷനിലായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഹെഡ് ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട്, നമ്മുടെ വയറിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഡ്യൂട്ടി കാര്യങ്ങൾക്കൊക്കെ പോയി കുഴപ്പമില്ലാതെ അങ്ങനെ നമ്മളത് ചെയ്തു. അതിനിടയ്ക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാനിങ്ങിൽ ഓരോ സ്കാനിങ്ങിലും ബേബീസിൻ്റെ വെയിറ്റ് കുറഞ്ഞു വരായിരുന്നു. അപ്പോൾ അതൊരു ഇതായിട്ട് പേടിയായിട്ട് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു കുഴപ്പമില്ല, അത് അവർ പുറത്തിട്ട് വരുമ്പോൾ ഓവർകം ആയിക്കോളും. ട്വിൻസിൽ അതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, അതോർത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ 8ാം മാസം ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും സ്കാനിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ സ്കാനിങ്ങിന് നമുക്ക് സി സെക്ഷൻ ഡേറ്റ് വന്നു. ഡെലിവറി പോസിബിൾ അല്ലായിരുന്നു എൻ്റെ കാര്യത്തിൽ, കാരണം രണ്ടുപേരും ബ്രീച്ച് പൊസിഷനിലായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റ് വരെ അവർ നോക്കി അത് സെഫാലിക് പൊസിഷനിലേക്ക് വരുമോ എന്ന്. പക്ഷേ രണ്ടുപേരും ബ്രീച്ച് തന്നെയായിരുന്നു, ഒന്നും ചേഞ്ചസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ സി സെക്ഷൻ ഡേറ്റ് തന്നു. ഫെബ്രുവരി 23-ക്കാണ് സി സെക്ഷൻ ഡേറ്റ് തന്നത്. ശരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 19-നായിരുന്നു. പക്ഷെ നമുക്ക് അതിന് 2 ദിവസം മുമ്പുള്ള ഒരു സ്കാനിങ്ങിന് ഒരു ബേബിയുടെ അംബ്ലിക്കൽ കോഡിൽ നല്ല രീതിയിൽ പ്രഷറായി തുടങ്ങി. അപ്പോൾ അവർ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സി സെക്ഷൻ അടുത്ത ദിവസത്തേക്ക് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് നമുക്ക് അവർ 36+3 days ആയിരുന്നു. അപ്പോൾ അതൊരു പൂർണ്ണ വളർച്ച എത്താത്തതുകൊണ്ട്, പ്രീമച്വർ ആയതുകൊണ്ട് അവരുടെ ലങ്സും കാര്യങ്ങളൊന്നും ബ്രീത്ത് എടുക്കാനുള്ള ചിലപ്പോൾ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് നമുക്ക് 2 ഡോസ് ഇഞ്ചക്ഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എടുക്കുന്നതിനും അതിൻ്റെ സൈഡ് എഫക്റ്റും അവർ പറഞ്ഞിരുന്നു കേട്ടോ. ഇങ്ങനെ ചിലപ്പോൾ ബേബീസിന് ഓട്ടിസം ഉണ്ടാവാം, അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പം നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴും അതുപോലത്തെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. മീൻസ് കോമൺ ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രം. പക്ഷെ എന്നാലും അതവർ പ്രഷറൈസ് ചെയ്ത് പറയും, കാരണം അവരുടെ സൈഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ചൂസാണ് ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കണോ, അതുപോലെ തന്നെ സി സെക്ഷൻ വേണോ, ഡെലിവറി വേണോ, എന്ത് കാര്യത്തിലും നമ്മുടെ പ്രയോറിറ്റിയാണ് അവർ നോക്കുന്നത്. അപ്പം നമ്മൾ നാട്ടിൽ കൺസൾട്ട് ചെയ്ത് ഡോക്ടറെ അടുത്ത് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, അതെന്തായാലും മാൻഡേറ്ററി ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ ഡെലിവറി ആയി കഴിയുമ്പോൾ ബ്രീത്ത് എടുക്കാനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാണും. അപ്പോൾ നമ്മൾ ആ ഡോക്ടർ ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ 2 ഡോസ് ഇഞ്ചക്ഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം സി സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അഡ്മിറ്റ് ആവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിലെ പോലെ നേരത്തെ വന്ന് അഡ്മിറ്റ് ആവുമൊന്നും വേണ്ട. ഞാൻ സി സെക്ഷൻ്റെ എനിക്ക് മോർണിംഗ് 10:30-ക്കായിരുന്നു സി സെക്ഷൻ ഡേറ്റ്. അപ്പോൾ നമ്മളൊരു മോർണിംഗ് 7 o'clock ആയപ്പോൾ ഹോസ്പിറ്റലിൽ വന്നു, അവിടുത്തെ റൂമിലിരുന്നു. പിന്നെ ബാക്കിയത്തെ പ്രൊസീജിയേഴ്സൊക്കെ അവരിങ്ങനെ ചെക്കപ്പ്, ഓരോ ഡോക്ടേഴ്സ് വന്ന് നോക്കുന്നു, അനസ്തേഷ്യ, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ്, പ്രഷർ കാര്യങ്ങൾ, ഡ്രസ് ചേഞ്ചിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. പിന്നെ അത് എൻ്റെ കൂടെ തന്നെ 5 പേരുണ്ടായിരുന്നു സി സെക്ഷനായിട്ട്. അപ്പം നമുക്ക് എൻ്റെ 3ാമത്തെ ടേണായിരുന്നു. പക്ഷേ ട്വിൻ പ്രഗ്നൻസി ആയതുകൊണ്ട് അവരെനിക്ക് ഫസ്റ്റ് എന്നെ പ്രയോറിറ്റി തന്നു, ഫസ്റ്റ് എന്നെ കയറ്റി. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം സി സെക്ഷൻ്റെ ഡേറ്റിൻ്റെ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഫുഡും ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഛർദി, അതുപോലെ തന്നെ തളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹെൽത്ത് വൈസ് ഓക്കെ ആയതുകൊണ്ട് അവരത് നമ്മളെ സി സെക്ഷന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. കൂടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയത്തെ ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.